ഹലോ, ഫാഷൻ ഡിസൈനിങ് ചേർന്നപ്പോഴാണ് കുറേ കാര്യങ്ങൾ മനസ്സിലായത്. ഫാഷൻ ഡിസൈനിങ് ഒരു ലോകമാണ് എന്നുള്ളത് കേട്ടോ. അങ്ങനെ ഞങ്ങളെ ഗ്രൂപ്പ് തിരിച്ചിട്ടുണ്ട്. ഓരോ ഗ്രൂപ്പിലും ഈ 2 ആൾക്കാർ വെച്ചിട്ട് ഗ്രൂപ്പ് തിരിച്ചിട്ട് അവർ ഡമ്മിയിൽ ഓരോ ഡ്രസ്സ് ഡിസൈൻ ചെയ്യണം. അത് ഭയങ്കര സിമ്പിളാണെന്നാണ് ഞങ്ങൾ വിചാരിച്ചത്. പക്ഷേ അത് ഭയങ്കര പാടുപെട്ട പണിയാണെന്ന് പിന്നെയാണ് അറിഞ്ഞത്. ഇനി ചെയ്ത് ഈസി ആവുമെന്ന് വിചാരിക്കണം. അങ്ങനെ ആദ്യം ഞങ്ങൾ എന്ത് ചെയ്യും, സ്കെച്ച് സെറ്റൊക്കെ ഒന്ന് വരച്ച് നോക്കും. ഏത് ഡിസൈൻ ചെയ്യണം, എങ്ങനെ ചെയ്യണം എന്നൊക്കെ നോക്കും. അത് കഴിഞ്ഞ് നമ്മൾ ഡമ്മിയിൽ എന്ത് ചെയ്യും, അത് ക്രിയേറ്റ് ചെയ്യാൻ തുടങ്ങും. അത് ഭയങ്കര കഷ്ടപ്പാടാണ്. ചിലപ്പോൾ ആ ഡമ്മിയിലൊന്നും നമ്മൾ പിൻ ചെയ്താൽ നിൽക്കില്ല. അങ്ങനെ ഒരു വിധമൊക്കെ നമ്മൾ ഒപ്പിച്ച് നോക്കും. അങ്ങനെ ഇന്ന് എൻ്റെ ഫ്രണ്ട്സ് ടൈം ചെയ്യുന്നു. നല്ല രസമായിട്ട് ചെയ്തിട്ടാ. എന്താ പറയുക, ഓരോ കാര്യങ്ങളും അവർ ശ്രദ്ധിച്ച് അതിന് വേണ്ട മെറ്റീരിയൽ കളക്ട് ചെയ്തിട്ടാണ് അവർ ചെയ്തിരിക്കുന്നത്. ഭയങ്കര നല്ല രസമുണ്ടായിരുന്നു. പിന്നെ അതൊന്നും പോരായിട്ട് ഇത് എന്താണ്, എവിടെയാണ് ഇത് യൂസ് ആക്കേണ്ടത്, അതിനെക്കുറിച്ചിട്ടൊരു ഡീറ്റെയിൽ ആയിട്ട് അവർ നമുക്ക് ക്ലാസ് എടുത്തു തരണം. അതായത് നമുക്ക് മറ്റുള്ളവരോട് കമ്മ്യൂണിക്കേഷൻ സെറ്റാകാൻ വേണ്ടിയിട്ടാണ് അങ്ങനെയും കൂടി ചെയ്യണത്. അങ്ങനെ വളരെ എന്താ പറയുക, നല്ല ഭംഗിയിലാണ്. ആ ഡ്രസ്സ് കണ്ടാൽ തന്നെ നിങ്ങൾ മനസ്സിലാവുണ്ടാന്ന് വിചാരിക്കണേ. നമ്മൾ ഫാഷൻ ഡിസൈൻ ചേർന്നാൽ നമുക്ക് കുറേ അറിയാത്ത കാര്യങ്ങൾ നമുക്ക് കിട്ടും. അപ്പോൾ ഇവർ ഇതിനെക്കുറിച്ച് ഇങ്ങനെ വിശദീകരിച്ച് തരികയാണ്. എന്താണ്, എവിടെ നിന്നാണ്, എന്താണ് മെറ്റീരിയൽ എന്നൊക്കെ. അങ്ങനെ നല്ല ക്ലാസ് ചെയ്യുന്നു. നല്ല ഇഷ്ടമായിട്ടുണ്ട്.